താലി, രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ. ദിവസങ്ങൾ ഒഴുക്കിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരുന്നു. നിമ്മി ബോംബെയിൽ നിന്നും ഏകദേശം ബിസിനസ്സും അവസാനിപ്പിച്ച മട്ടാണ്. ഇപ്പോൾ നാട്ടിൽ ബിസിനസ് ചെയ്തു തുടങ്ങി. എല്ലാത്തിനുമൊപ്പം ഹരിയുമുണ്ട്. 3 മാസം കഴിഞ്ഞാൽ വിവാഹമാണ് രണ്ടുപേരുടെയും. നാട്ടിൽ ബിസിനസ് തുടങ്ങിയപ്പോൾ ഹരിയുടെ വീടിനടുത്ത് ചെറിയൊരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ ഒരു സർവൻറ്റിനെയും ആക്കി. ഭവാനിയമ്മ എത്ര എതിർത്തിട്ടും അവൾ വീട്ടിൽ നിൽക്കാൻ കൂട്ടാക്കിയില്ല. 3 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ അമ്മേ, അതിവിടെ ഇത്രയും അടുത്തുണ്ടല്ലോ, എല്ലാം ചടങ്ങനുസരിച്ച് നടക്കട്ടെ. അവളുടെ അഭിപ്രായം അതായിരുന്നു. ഭവാനിയമ്മ പിന്നെ നിർബന്ധിച്ചില്ല. രാവിലെ ദേവി എഴുന്നേൽക്കുമ്പോൾ വല്ലാത്ത തളർച്ച തോന്നുന്നു. 3-4 ദിവസമായി ദേവിക്ക് പനിയായിരുന്നു. മാതമോൾ ഡേ കെയറിൽ നിന്നും വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അമ്മയും മോളും പനിമാറി കുളിച്ചതേ ഉള്ളൂ. അതിൻ്റെ ക്ഷീണം 2 പേർക്കും ഉണ്ടാവോളം. ജെയിൻ ഓഫീസിൽ ഇയർ എൻഡിങ് ആയതുകൊണ്ട് നിന്ന് തിരിയാൻ കഴിയാത്ത അത്രയും തിരക്കാണ്. അമ്മമാർ രണ്ടും കൂടിയാണ് ജോലികളൊക്കെ. ദത്തൻ അമ്മുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിനായി. ആദ്യ ആഘോഷം കഴിഞ്ഞ് 6 മാസമെങ്കിലും റെസ്റ്റ് വേണം. അത് കഴിഞ്ഞ് മതി അടുത്ത കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുന്നത്. അനാമികയുടെ ആരോഗ്യം കുറച്ചുകൂടി ബെറ്റർ ആവാനുണ്ട്. കേട്ടപ്പോൾ വിഷമം തോന്നിയെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ അത് തന്നെയാണ് നല്ലതെന്ന് അമ്മുവിനും ദത്തനും തോന്നി. ഭവാനിയമ്മയും ദിവാകരനും കൂടിയാണ് ദിവസം നോക്കാനായി ജ്യോത്സ്യരുടെ അടുത്തേക്ക് പോയത്. വൃശ്ചികം 16-ാം തീയതി അന്ന് രാവിലെ 10-നും 11-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തം. ജ്യോത്സ്യരെ, ഈ ജാതകങ്ങൾ തമ്മിൽ 10-ൽ 10 പൊരുത്തവുമുണ്ട്. പേടിക്കണ്ട. സന്തോഷത്തോടെ ദക്ഷിണയും കൊടുത്ത് ഇറങ്ങി 2 പേരും. വീട്ടിലെത്തിയ പാടെ ഹരിയെ വിളിച്ച് വിവരം പറഞ്ഞു. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ലെറ്റർ അടിക്കാനും കാറ്ററിങ്ങും ഓഡിറ്റോറിയം ബുക്കിംഗ് എല്ലാം വളരെ പെട്ടെന്ന് നടന്നു. കാരണം വിവാഹത്തിന് വെറും 2 ആഴ്ച മാത്രമേ ഉള്ളൂ. എല്ലാ പേരും കട്ടയ്ക്ക് നിന്ന് കാര്യങ്ങൾ വെടിപ്പാക്കി. ഒരാഴ്ച മുന്നേ തന്നെ ദേവിയും സരോജവും ജയനും മഹേശ്വരിയമ്മയും എത്തി. അത് ഹരിക്ക് വലിയ ആശ്വാസമായിരുന്നു. ദേവേട്ടൻ്റെ കുറവ് വലുതായി അറിഞ്ഞില്ല. അന്ന് വൈകുന്നേരത്തോടെ അമ്മുവും ദേവനും അമ്മയും എത്തി. രമ്യ വിളിക്കുമ്പോഴാണ് എല്ലാവരും ഹരിയുടെ വീട്ടിലുള്ള കാര്യം അറിഞ്ഞത്. ഉടനെ തന്നെ സിദ്ധുവിനെ വിളിച്ച് അങ്ങോട്ട് പോകണമെന്ന് നിർബന്ധമായി. പകൽ മുഴുവൻ ഓഫീസിലിരിക്കുമ്പോൾ സിദ്ധുവിന് സ്വൈര്യം കൊടുത്തില്ല രമ്യ. വന്നത് മുതൽ തുടങ്ങിയിട്ടുണ്ട് ഹരിയുടെ വീട്ടിൽ പോകുന്നതിനെക്കുറിച്ച്. എൻ്റെ പൊന്നു പെണ്ണെ, നിന്നോട് റെസ്റ്റ് എടുക്കാനല്ലേ ഡോക്ടർ പ്രത്യേകം പറഞ്ഞത്? പിന്നെ നീ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് വേണ്ട. കല്യാണത്തലേന്ന് നമുക്കങ്ങ് പോകാം, അതുപോരെ? ഒരുവിധം സമാധാനപ്പെടുത്തി സിദ്ധു പറയുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ അവൾ സമ്മതിച്ചു. സിദ്ധുവും സച്ചിനും കൂടി വൈകുന്നേരം ഹരിയുടെ വീട്ടിൽ പോയി ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായെന്ന് അന്വേഷിച്ചു. ഇന്നാണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. നിമ്മിയും അമ്മുവും ദേവിയും ഭവാനിയമ്മയും മഹേശ്വരി അമ്മയും വിളിച്ചുവെങ്കിലും അവരാരും പോകാൻ തയ്യാറായില്ല. നിങ്ങൾ ഇഷ്ടത്തിന് പോയി എടുത്തിട്ട് വന്നാൽ മതി മക്കളെ, 3 അമ്മമാരും കൂടി പറഞ്ഞപ്പോൾ പിന്നെ ആരും നിർബന്ധിച്ചില്ല. വിവാഹപ്പുടവ ഹരിയുടെയും നിമ്മിയുടെയും ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്തു. ദേവിക്കും അമ്മുവിനും രമ്യയ്ക്കും ഉടുക്കുന്നതിനായി ഒരേ കളറിലുള്ള ഡ്രസ്സ്. സിദ്ധുവിനും ദത്തനും ജയനും പെണ്ണുങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ഷർട്ട്. ഡ്രസ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഉച്ച കഴിഞ്ഞു. ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിനായി പോകുമ്പോൾ നേരത്തെ ജയനും ദേവിയും കൂടി തീരുമാനിച്ചിരുന്നു താലിമാല അവൻ വാങ്ങിക്കൊടുക്കുമെന്ന്. താലി ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്ത് ഹരിയും നിമ്മിയും കൂടിയായിരുന്നു. എന്നാൽ അതിൻ്റെ ബില്ല് പേ ചെയ്യാൻ ഒരു വിധത്തിലും ജയനും ദേവിയും അവരെ അനുവദിച്ചില്ല. ഇത് നിന്റെ ദേവേട്ടനാണ് ചെയ്യുന്നതെന്ന് നീ കരുതിയാൽ മതി. ജയൻ്റെ ആ വാക്കുകൾ കൂടി കേട്ടപ്പോൾ ഹരിക്ക് പിന്നെ മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീടെത്തുമ്പോൾ സന്ധ്യ കഴിഞ്ഞു. ഒടുവിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുമ്പോൾ പാതിരാത്രിയായി. നിമ്മിയുടെ ഭാഗത്തു നിന്നും ബന്ധുക്കൾ ആരും തന്നെ വരാതിരുന്നത് അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. അച്ഛൻ്റെ പെങ്ങളെയും അനിയനെയും അമ്മച്ചിയുടെ ആങ്ങളമാരെ അറിയിച്ചിരുന്നു. സ്വന്തം ഇഷ്ടത്തിന് അന്യജാതിയിൽപ്പെട്ട ഒരുവനെ കല്യാണം കഴിക്കുന്നതിനോട് അവർക്കെല്ലാവർക്കും തന്നെ യോജിപ്പില്ലായിരുന്നു. മാത്രമല്ല എല്ലാ തീരുമാനങ്ങളും സ്വന്തം ഇഷ്ടത്തിനെടുക്കുന്നത് കൊണ്ട് അവർക്കാർക്കും ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് വെട്ടി തുറന്നു തന്നെ പറഞ്ഞു. കേട്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി. അനാഥയായി പോയല്ലോ എന്നോർത്ത് ഒരുപാട് കരഞ്ഞു. പിന്നീട് ഇങ്ങനെയുള്ള ബന്ധുക്കൾ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് സ്വയം ആശ്വസിച്ചു. തലേ ദിവസം രമ്യ എത്തി. അവളെ ഒന്നും അനങ്ങാൻ സമ്മതിക്കാതെ പിന്നാലെ തന്നെ ദേവി ഉണ്ടായിരുന്നു. എത്രയൊക്കെ വേണ്ടെന്ന് നിമ്മി നിർബന്ധം പറഞ്ഞുവെങ്കിലും ഹൽദി ചടങ്ങ് പറ്റിയേ ഉള്ളൂ എന്ന് ബാക്കി എല്ലാവരും തീരുമാനിച്ചു. ആരോരുമില്ല എന്ന അവളുടെ സങ്കടം മാറ്റാൻ എല്ലാവരും ഒപ്പമുണ്ടെന്ന് ഓരോരോ ചെറിയ ചെറിയ കാരണങ്ങളിലൂടെയും തെളിയിച്ചു കൊണ്ടിരുന്നു. എല്ലാവരുടെയും സ്നേഹം കണ്ടുമ്പോൾ ധർമ്മിക്ക് കണ്ണ് നിറഞ്ഞുപോയി. ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ ഏകദേശം 10 മണി കഴിഞ്ഞു രാത്രി.
രാവിലെ വിവാഹത്തിന് വേണ്ടി റെഡിയായി ഇറങ്ങി. ബ്യൂട്ടീഷ്യൻ രാവിലെ തന്നെ വന്ന് നിമ്മിയെ ഒരുക്കാൻ തുടങ്ങി. ദേവൻ്റെയും അമ്പുമോൻ്റെയും ഫോട്ടോയ്ക്ക് മുന്നിൽ അവർക്ക് വേണ്ടി വാങ്ങിയ ഡ്രസ്സ് എടുത്തു വെച്ചു ഹരി. ഓരോന്ന് ചെയ്യുമ്പോഴും തേങ്ങലടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. ദേവിയുടെയും നെഞ്ച് ആ കാഴ്ച കണ്ട് പിടയുന്നുണ്ടായിരുന്നു. ഒരിക്കൽ ആ ഫോട്ടോയിലേക്ക് നോക്കാൻ കഴിഞ്ഞുള്ളൂ ദേവിക്ക്. അവളുടെ സങ്കടം മനസ്സിലാക്കി ജയൻ അവളെ ചേർത്ത് പിടിച്ചു. ഒരുങ്ങിയിറങ്ങി വന്ന ഹരി ജയനെയും ദേവിയെയും അമ്മയെയും അമ്മാവനെയും കണ്ട് നേരെ ദേവൻ ഉറങ്ങുന്നിടത്തേക്ക് പോയി. ദേവൻ്റെ അനുഗ്രഹം വാങ്ങി. അതിന് പിന്നാലെ അമ്മയുടെയും അമ്മാവൻ്റെയും കാൽത്തൊട്ട് വന്ദിച്ചു. ദേവിയുടെയും ജയൻ്റെയും കാൽക്കൽ വീഴുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ദേവിയുടെ കണ്ണുനീര് അവളുടെ കാഴ്ചയെ മറച്ചു. ഇരു കൈയും ഹരിയുടെ തലയിൽ ചേർത്ത് അവനെ അനുഗ്രഹിച്ചു. ദേവിയുടെ തോളിൽ ചാരി കുഞ്ഞുങ്ങളെപ്പോലെ അവൻ കരഞ്ഞു. ദേവിക്കും കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. എത്ര മറക്കാൻ ശ്രമിച്ചാലും അതിന് കഴിയാത്ത രീതിയിൽ ദേവൻ്റെ ഓർമ്മകൾക്ക് തിളക്കം കൂടി വന്നു. മണ്ഡപത്തിലും മറ്റുമായി ദത്തനും ജയനും സിദ്ധുവും സച്ചുവും ഓടി നടന്നു. അത് ഹരിക്ക് സമാധാനമായിരുന്നു. രമ്യയെ അനങ്ങാൻ പോലും അനുവദിക്കാതെ സിദ്ധു ഇടയ്ക്കിടയ്ക്ക് എവിടെ നിന്നെങ്കിലും നോക്കി കണ്ണുരുട്ടും. ദേവി ഓരോ കാര്യങ്ങൾക്കായി ഓടി നടക്കുവാണ്. കൂടെ അമ്മുവുമുണ്ട്. മാതുമോൾ മണ്ഡപത്തിൽ ഹരിയുടെ മടിയിൽ കയറി ഇരിപ്പാണ്. പലവട്ടം ജയനെടുത്ത് അമ്മയെ ഏൽപ്പിക്കും. അവൾ പിന്നെയും ഉരുണ്ട് പുരണ്ട് നേരെ ഹരിയുടെ മടിയിലെത്തും. മുഹൂർത്തമായതും നിമ്മിയെ അമ്മമാരും അമ്മുവും ദേവിയും കൂടി മണ്ഡപത്തിലേക്ക് ആനയിച്ചു. അപ്പോഴാണ് മാതുമോൾ സച്ചുവിൻ്റെ കയ്യിലായത്. ഹരിയുടെ അടുത്തിരിക്കാൻ ബഹളം വെച്ചെങ്കിലും സിദ്ധു അവളെയും എടുത്ത് അല്പം മാറി. അതോടെ പെണ്ണിൻ്റെ കരച്ചിൽ മാറി. ഹരിയുടെ താലി അവളുടെ കഴുത്തിലേക്ക് വീഴുമ്പോൾ ഇരു കണ്ണും അടച്ച് പ്രാർത്ഥനയോടെ അവളത് സ്വീകരിച്ചു. രണ്ടു തുള്ളി കണ്ണുനീര് കവിളിനെ നനച്ചു. ഓർമ്മയിൽ തെളിഞ്ഞ ഈശ്വരന്മാരോടെല്ലാം അവൾ നന്ദി പറഞ്ഞു. പരസ്പരം വരണമാല്യമണിയിച്ചും മോതിരങ്ങൾ കൈമാറിയും ചടങ്ങുകൾ കഴിഞ്ഞു. നിമ്മിയെ ചേർത്ത് പിടിച്ച് നിറകിൽ ചുണ്ടു ചേർത്ത് ഹരി. കൃത്യമായി ഫോട്ടോഗ്രാഫർമാർ അതൊപ്പിയെടുത്തു. പെണ്ണിനെയും കൊണ്ട് പുറപ്പെടാൻ നേരം എല്ലാവരും അവരവരുടെ കാറുകളിൽ തിരിച്ചു. ഭവാനിയമ്മ ആരതി ഒഴിഞ്ഞ് അമ്മു നൽകിയ നിലവിളക്കുമായി നിമ്മി വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി. പൂജാമുറിയിൽ വിളക്ക് വെച്ച് രണ്ടുപേരും പ്രാർത്ഥിച്ചു. മധുരം കൊടുത്തു കഴിഞ്ഞതും നിമ്മിയെ ബന്ധുക്കളും അയൽക്കാരും വളഞ്ഞു. അവരുടെ വിശേഷങ്ങൾ ചോദിച്ചും സ്വന്തക്കാരെക്കുറിച്ച് അന്വേഷിച്ചും സ്വർണത്തിൻ്റെ വിലയും ഫാഷനും ചോദിച്ചും കൂടെ കൂടി. ഒടുവിൽ അമ്മുവും ദേവിയും കൂടിയാണ് അവളെ ഒരുവിധം അവരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. രമ്യയ്ക്ക് രാവിലെ മുതൽ ഒരേ ഇരിപ്പായതുകൊണ്ട് ആകെ ക്ഷീണം. അതുകൊണ്ട് തന്നെ വന്നപ്പോൾ മുതൽ ഭവാനിയമ്മയുടെ റൂമിൽ കിടപ്പാണ്. ഇടയ്ക്ക് ദേവി പോയി നോക്കി. കാലൊഴിഞ്ഞു കൊടുത്തു. മാതുമോൾ കുടുപ്പ് മാറ്റി മേല് കഴുകി ചുറക്കി റൂമിൽ കിടത്തി. ജയനും സിദ്ധുവും അവിടെ കിടന്നുറങ്ങുമായിരുന്നു. അവരുടെ നടുക്കായി മോളെ കിടത്തി. ദേവി ഫ്രഷായി. അമ്മുവും കൂടി നിമ്മിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവളും ഫ്രഷായി. റിസപ്ഷൻ അന്നില്ലാതിരുന്നത് കാരണം എല്ലാ പേർക്കും റെസ്റ്റ് എടുക്കാൻ പറ്റി. രാത്രിയിൽ പുറത്തുനിന്ന് ഫുഡ് വരുത്തി. വീശപ്പവും കുറുമക്കറിയും ചിക്കൻ കറിയും ചപ്പാത്തിയും. കുറച്ച് റിലേറ്റീവ്സ് കൂടി ഉണ്ടായിരുന്നു. ദേവിയും അവൾക്ക് കൂട്ടായി അമ്മുവും ഉണ്ടായിരുന്നു വിളമ്പാനും മറ്റും. അപ്പോഴാണ് ഹരി സിദ്ധുവും ജയനും കൂടെ കിച്ചൺ ഭാഗത്തേക്ക് വന്നത്. നിങ്ങളങ്ങോട്ട് മാറി നിന്നേ, ഞങ്ങൾ വിളമ്പി വയ്ക്കാം, നിങ്ങൾ എടുത്തുകൊണ്ട് കൊടുത്താൽ മതി. അത് എളുപ്പമായിരുന്നു. ഭക്ഷണം എടുത്തു പോകുമ്പോൾ ദേവിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. കയ്യിലിരുന്ന പ്ലേറ്റ് ടേബിളിലേക്ക് വെച്ചതും അവൾ പിന്നിലേക്ക് മറിഞ്ഞു വീണുപോയി. പെട്ടെന്നാണ് അമ്മു അത് കണ്ട് നിലവിളിച്ചത്. എല്ലാവരും ഓടിക്കൂടി. ജയനും സിദ്ധുവും ചേർന്ന് അവളെ എടുത്ത് ബെഡിൽ കിടത്തി. നെറ്റിപ്പൊട്ടി ചോര വാർന്നു. സിദ്ധു, എൻ്റെ ദേവി. ജയൻ ആകെ പരവേശമാരി. ഒന്നുമില്ലടാ, 2-3 ദിവസമായി റെസ്റ്റ് ഇല്ലാതെ ഓടി നടക്കുന്നതല്ലേ, അതിൻ്റെ ക്ഷീണം കാരണം വീണുപോയതാണ്. ഞാനൊരു കാര്യം ചെയ്യാം, വണ്ടി ഇറക്കാം. നെറ്റി പൊട്ടിയിട്ടുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അപ്പോഴാണ് സരോജവും ഭവാനിയമ്മയും മാലതിയും മഹേശ്വരിയും അവിടേക്ക് വന്നത്. അയ്യോ, എൻ്റെ മോക്ക് എന്തു പറ്റി? സരോജ നിലവിളിച്ചു. ഒന്നുമില്ല അമ്മായി, ചെറിയൊരു തലകറക്കം. അവളൊന്ന് വീണു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകട്ടെ? അമ്മായി സമാധാനമായി ഇരിക്കും. അമ്മുവും കൂടി അവരുടെ ഒപ്പം കാറിൽ കയറി. ഹോസ്പിറ്റലിൽ നല്ല തിരക്കായിരുന്നു. എന്തോ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് കുറേയേറെ ആൾക്കാർ പരിക്കുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ദേവിയെ കാഷ്വാലിറ്റിയിൽ കാണിച്ചു. വിശദമായി പരിശോധിച്ചു. ഡോക്ടർ റിസൾട്ടുമായി അവരുടെ മുന്നിൽ പുഞ്ചിരിയോടെ ഇരുന്നു. ജയൻ്റെയും സിദ്ധുവിൻ്റെയും മുഖം ആകെ ടെൻഷൻ നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ടെൻഷൻ ആകാതെടോ, ആ കുട്ടി ക്യാരിയിങ് ആണ്. കേട്ടതും സിദ്ധു ജയനെ ചേർത്ത് പിടിച്ചു. രണ്ടുപേരുടെയും കണ്ണ് ഒരുപോലെ നിറഞ്ഞു. ഡോക്ടർ, എനിക്ക് അവളെ ഒന്ന് കാണാൻ. വീഴ്ചയിൽ നെറ്റി പൊട്ടിയിട്ടുണ്ട്, 2 സ്റ്റിച്ച്. പിന്നെ ബോഡി വീക്കാണ്, നല്ലപോലെ ശ്രദ്ധിക്കണം. ഇന്നിനി ഒബ്സർവേഷനിൽ കിടക്കുന്നതാണ് നല്ലത്. BP-യിലും വേരിയേഷൻ ഉണ്ട്. എനിക്കൊന്ന് കാണാമോ ഡോക്ടർ? അതിനെന്താ, ഒരുപാട് നേരം എടുക്കരുത്. ഇല്ല ഡോക്ടർ, ഞാൻ വേഗം കണ്ടിട്ട് ഇറങ്ങിക്കോളാം. ജയന് അവളെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മതിയെന്നായി. സിദ്ധുവാണ് ആ സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിച്ചത്.
വീട്ടിലറിഞ്ഞപ്പോൾ ഭവാനിയമ്മയും സരോജവും മഹേശ്വരിയമ്മയും മാലതിയും സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. എല്ലാവർക്കും ഇപ്പോൾ തന്നെ ദേവിയെ കാണണം. പക്ഷേ എല്ലാവരും കൂടി അപ്പോൾ ഹോസ്പിറ്റലിൽ വന്നാലുള്ള ബുദ്ധിമുട്ട് പറഞ്ഞ് ഒരുവിധ സമാധാനപ്പെടുത്തി. ജയൻ ചെല്ലുമ്പോൾ ദേവി മയക്കത്തിലാണ്. അവളെ ഉണർത്തിയില്ല. അടുത്തിരുന്നു ഏറെ നേരം ആ മുഖത്തേക്ക് നോക്കി. പതിയെ അവളുടെ വയറിൽ കൈ ചേർത്തു. നമ്മുടെ മോൻ, അവനെത്തി, അമ്പുമോൻ. ദേവി ചെറുതായി ഒന്ന് ഞരങ്ങി. പിന്നെയും മയക്കത്തിലേക്ക്. രാവിലെ ഉണരുമ്പോൾ നെറ്റി വല്ലാതെ നോവുന്നുണ്ടായിരുന്നു ദേവിക്ക്. കണ്ണ് ചെമ്മി തുറക്കുമ്പോൾ മുന്നിൽ നഴ്സുമാരുണ്ട്. ആഹാ, ഉണർന്നോ? കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആൾക്കാരൊക്കെ പുറത്തുണ്ട്. ഡോക്ടർ ഇപ്പോൾ വരും. സിസ്റ്റർ പുറത്തേക്ക് പോയി. പിന്നാലെ ഡോക്ടർ വന്നു. ആഹാ, ആളിപ്പോൾ മിടുക്കിയായല്ലോ. ഒരു സന്തോഷ വാർത്തയുണ്ട്. ക്യാരിയിങ് ആണ്. ബോഡി വീക്കാണ്. നല്ലപോലെ ശ്രദ്ധിക്കണം. പുറത്തെല്ലാവരുമുണ്ട്. ദേവിക്ക് എല്ലാവരെയും ഒന്ന് കാണാൻ തോന്നി. കുട്ടേട്ടനെ കാണണം. സിസ്റ്റർ ആരെയാണെന്ന് വെച്ചാൽ ഒന്ന് വിളിച്ചു കാണിക്കൂ. ആരാ ഈ കുട്ടൻ? പേഷ്യൻറ്റിന് കാണണമെന്ന്. സിദ്ധു ജയനെ മുന്നിലേക്ക് തള്ളിവിട്ടു. പോടാ, ചെന്ന് കാണ്. സന്തോഷത്തോടെ ജയൻ സിസ്റ്ററിൻ്റെ ഒപ്പം അകത്തേക്ക് കയറി ചെന്നു. തുടരും.